എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് ഇങ്ങനൊരു ദുരന്തം എനിക്കിതൊരിക്കലും താങ്ങാനാവുന്നില്ല. തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ വിട്ട് പോവല്ലേ കഥ, താൻ തിരിച്ചു വരണം. പിന്നെ ഞാൻ ഒരിക്കലും തന്റെ അടുത്ത് പിണങ്ങത്തില്ല, ഒരിക്കലും പിണങ്ങില്ല. ദുബായ് മാമ, അവൾക്ക് എങ്ങനെയുണ്ട്? എന്താ ഒന്നും പറയാത്തത്? ഐസിയുല മോളെ, കുറച്ച് സീരിയസാ. ദുബായ് മാമൻ കണ്ടോ? ഇല്ല, ഇവിടെയുള്ളവരുടെ കണ്ണിൽ ഐസിയു കിടക്കുന്നത് ഗാഥയാ, കൃഷ്ണയല്ല. അവരെല്ലാരും അവിടെയുണ്ട്. കേറി കാണാൻ ആർക്കെങ്കിലും അവസരം കിട്ടിയാലും അത് അവർക്കല്ലേ പറ്റൂ. അല്ല, അമ്മയോട് ഇതെങ്ങനെ പറയും? ഞാനും ഒരുപാട് ആലോചിച്ചു. എനിക്ക് മനസ്സിലൊരു മാർഗവും തോന്നിയില്ല. തൽക്കാലം നമുക്ക് കാത്തു നിൽക്കാം മോളെ. ആദ്യം അവൾക്കൊന്നും ഇല്ല എന്നുള്ളൊരു വാർത്തയെങ്കിലും വരട്ടെ. മോളിക്കുട്ടിയെ, എന്താ ചേച്ചി? അല്ല മോളെ, ആ കൃഷ്ണയ്ക്ക് വല്ല അപകടം പറ്റിയോ? നമ്മുടെ പുഴയോരം വീട്ടിലെ അനിയൻ സാറിന്റെ മോള് കൃഷ്ണ. കൃഷ്ണയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണയുടെ മുഖം ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടതല്ലേ. ഇതെന്തിനാ നിങ്ങളിങ്ങനെ ഒളിച്ചും മറച്ചും പിടിക്കുന്നത്? ചേച്ചി, ഒളിച്ചതും മറിച്ചതൊന്നും അല്ല. കൃഷ്ണയ്ക്കൊരു ആക്സിഡന്റ് പറ്റി, അവൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അല്ല, അതവളുടെ അമ്മ അറിഞ്ഞാലുള്ള പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചിട്ടാ ഞങ്ങളൊന്നും വിട്ടു പറയാത്ത. ഓ, അതാണ് ആ കാര്യം. എന്നാ പിന്നെ ആരോടും പറയണ്ട കൊച്ചെ. അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഷോ, ആ ചോരയെ കുളിച്ചു കിടക്കണ കിടപ്പ് കണ്ടിട്ടേ. നിങ്ങളിത് നാട്ടിൽ ചെല്ലുമ്പോ ആരോടും പറയണ്ട കേട്ടോ. ആര് പറയണ്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തായാലും ഇനി ഇവിടുന്ന് മാറാൻ പറ്റില്ലല്ലോ. അല്ല, വേറെയും കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, വല്ല പരിചയക്കാരും ബന്ധുക്കളൊക്കെയാണോ? അത് തങ്കം മുമ്പുണ്ടായിരുന്ന സ്ഥലത്തെ ആളുകളാ. ഓ, എന്നാ നിങ്ങൾ പൊയ്ക്കോ. അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ള സമയമായി. ആ, എന്നാ വരട്ടെ.
വാക്ക് പറഞ്ഞതുകൊണ്ട് ചിലപ്പോ ആരോടും പറയില്ലെന്ന് കരുതാം അല്ലേ? അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട മോളെ.